സാക്ഷിത്വ ദിനത്തിൽ ഇന്നിപ്പോൾ ആദരണീയനായ നമ്മുടെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരുടെയും നേതൃത്വത്തിൽ കണ്ണൂർ DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിലും കോൺഗ്രസിന്റെ ജില്ലയിലെ സമ്പന്നതരായ നേതാക്കളുടെ എല്ലാ നേതൃത്വത്തിൽ ഈ രണ്ട് രക്തസാക്ഷികളുടെ തുടിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ നിത്യശാന്തി നേർന്നുകൊണ്ട് ഇവിടെ ഇപ്പോൾ പുഷ്പാർച്ചന നടക്കുകയാണ്. ശരത്ലാലേ കൃപേഷ്, ശരത്ലാലേ കൃപേഷ്, ശരത്ലാലേ കൃപേഷ്, ശരത്ലാലേ കൃപേഷ്. ധീരരക്തസാക്ഷികളെ, 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 ധീരരക്തസാക്ഷികളെ. ഞങ്ങൾക്കായി മരിച്ചവരെ, ഞങ്ങൾക്കായി മരിച്ചവരെ, ഞങ്ങൾക്കായി മരിച്ചവരെ, ഞങ്ങൾക്കായി മരിച്ചവരെ. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല. ശരത്ലാലും കൃപേഷോ, ശരത്ലാലും കൃപേഷോ, ശരത്ലാലും കൃപേഷോ, ശരത്ലാലും കൃപേഷോ. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല. കല്യോട്ടിന്റെ വിരുമാറ്, കല്യോട്ടിന്റെ വിരുമാറ്, കല്യോട്ടിന്റെ വിരുമാറ്, കല്യോട്ടിന്റെ വിരുമാറ്. ഞങ്ങൾക്കായി മരിച്ചവരെ, ഞങ്ങൾക്കായി മരിച്ചവരെ, ഞങ്ങൾക്കായി മരിച്ചവരെ. ശരത്ലാലേ കൃപേഷ്, ശരത്ലാലേ കൃപേഷ്, ശരത്ലാലേ കൃപേഷ്. ഇങ്ങനെ ചെയ്തോണ്ട് പോയിക്കോളെ കേട്ടോ. റൗണ്ട് പോയിക്കോ. ദിനത്തിൽ ഇന്ന് സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോൾ പുഷ്പാർച്ചന നടന്നു കഴിഞ്ഞു. നമുക്കറിയാം, ഈ വർഷത്തെ രക്തസാക്ഷിത്വ ദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരണീയനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർ സംഘാടക സമിതി ചെയർമാനായും ഞാൻ കൺവീനറായും UDFന്റെ ജില്ലാ കൺവീനർ ഗോവിന്ദൻ നായർ ട്രഷററായും ബാക്കി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ പ്രദേശത്തിലെ എല്ലാ നേതാക്കന്മാരെയും ഉൾപ്പെടുത്തി വിപുലമായ സ്വാഗതസംഘം കമ്മിറ്റി എടുത്തതിനു ശേഷം ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയുള്ള കല്യോട്ടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായാലും പെരിയയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും വളരെ സജീവമായി നമ്മുടെ ഇന്നത്തെ ഈ അനുസ്മരണ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നല്ല വർക്ക് നടത്തി. പ്രത്യേകിച്ച് നമ്മുടെ വലിയൊരു ആഗ്രഹം, ഈ വർഷത്തെ നമ്മുടെ ഈ അനുസ്മരണ യോഗത്തിൽ DK ശിവകുമാറിനെയും അതുപോലെ തന്നെ KPCC അധ്യക്ഷനെയും പങ്കെടുക്കണമെന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനം പൂർണ്ണമായി ശ്രീ MP-യുടെ നേതൃത്വത്തിൽ നമുക്കത് നടപ്പിലാക്കാനും സാധിച്ചു. വൈകുന്നേരം നടക്കുന്ന 3 മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ DK ശിവകുമാറും അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ K സുധാകരൻ MP ഉൾപ്പെടെ സമ്പന്നതരായ മറ്റ് നേതാക്കളെല്ലാം സംബന്ധിക്കുകയാണ്. സ്വാഭാവികമായും നമുക്ക് ഈ 6ാം രക്തസാക്ഷിത്വം നമ്മൾ ആചരിക്കുമ്പോൾ കേരളത്തിലെ CPM പാർട്ടി എല്ലാ അർത്ഥത്തിലും കൊലപാതകികളെ സംരക്ഷിക്കുന്ന പാർട്ടിയായി മാറുന്ന ഒരവസ്ഥാവിശേഷമാണുള്ളത്. ഇപ്പോൾ 2 പ്രതികൾക്ക്, ഇപ്പോൾ അറിയാൻ സാധിച്ചത് 2 പ്രതികൾക്ക് മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടുകൂടി ഈ പ്രദേശത്തിനുള്ള ജനറൽ സെക്രട്ടറി ധന്യ സുരേഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK അരവിന്ദൻ, ശ്രീ ചെറുപുഴ സുരേഷ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഭക്തവത്സരൻ, മണ്ഡലം പ്രസിഡന്റ്, ഈ ഇന്നത്തെ ഈ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് സകല കാര്യങ്ങളും നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സാജിദ് മൗവൽ, ശ്രീ PV സുരേഷ്, സേവാദൾ ചെയർമാൻ ശ്രീ രമേശൻ കരുവാച്ചേരി, മറ്റ് ശ്രീ MC പ്രഭാകരൻ, മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ, ഈ പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ,
വളരെ വേദനാനിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഓരോ വർഷവും നമ്മൾ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നത്. ഈ കൊലപാതകം നടന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. 2019 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ്. ഈ കൊലപാതകം ഈ നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമില്ല. വ്യക്തിവൈരാഗ്യമാണെന്നൊക്കെ പാർട്ടി കൊട്ടിഘോഷിച്ചെങ്കിലും ഈ രണ്ടുപേർ ഈ പ്രദേശത്ത് വളർന്ന് പടർന്ന് പന്തലിച്ചു വരുന്നതിനുള്ള അസൂയ കൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി ഒരുപറ്റം ആളുകൾ ഈ പാർട്ടിയിലേക്ക് വരുന്നു എന്ന് കണ്ടതുകൊണ്ട് ഈ രണ്ടുപേരെയും വകവരുത്തണമെന്ന് ബോധപൂർവമായി തീരുമാനമെടുത്ത് ആസൂത്രിതമായിട്ടാണ് ഈ കൊലപാതകം 2019 നടപ്പിലാക്കിയത്. നമുക്കറിയാം, വളരെ ദാരുണമായ, വളരെ ബ്രൂട്ടലായ കൊലപാതകമാണ്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം ശരത്ലാലിന്റെ ശരീരത്തിൽ അതേ വെട്ടുകളാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ പോയി കണ്ട ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടത്. കൃപേഷിനെ ആണെങ്കിൽ ഒറ്റ വെട്ടിന് തീർക്കുകയുണ്ടായി. അതിന്റെ കഴുത്തിനാണ് വെട്ടുകൊണ്ടത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടും മരിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ടും കലിയടങ്ങാതെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വെട്ടുന്ന കാഴ്ചയാണ് 2019 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഈ കേസില് കേരള ഗവൺമെന്റ് ചാർജ് ചെയ്ത 14 പ്രതികൾ, അന്വേഷണ ഏജൻസികൾ മാറി മാറി വന്നു. അവസാനം ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അവസാനമായി ഏറ്റെടുത്തത്. ക്രൈംബ്രാഞ്ച് ഒരു കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം വിചാരണയ്ക്കെടുത്താൽ ഈ കുടുംബത്തിന് നീതി കിട്ടത്തില്ലെന്നും ഈ കുട്ടികളുടെ കൊലപാതകികൾ രക്ഷപ്പെടുമെന്നും കണ്ടുകൊണ്ടാണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും പിതാക്കന്മാർ ശ്രീ സത്യനാരായണനും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും ഒക്കെ ഹൈക്കോടതിയെ സമീപിച്ച് തങ്ങൾക്ക് നീതി കിട്ടണം എന്നാവശ്യപ്പെട്ടത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ഇത് വിചാരണയ്ക്കെടുത്തപ്പോ നമുക്കറിയാം, കേരള ഗവൺമെന്റിന് അഡ്വക്കേറ്റ് ജനറലുണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുണ്ട്. കൂടാതെ ഏതാണ്ട് 140ഓളം പ്രോസിക്യൂട്ടർമാരെ ശമ്പളം കൊടുത്ത് നിയമിച്ചിട്ടുണ്ട് കേരള ഗവൺമെന്റ്. സർക്കാരിന്റെ കേസുകൾ വാദിക്കേണ്ട അഡ്വക്കേറ്റ് ജനറൽ അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർമാർ ഇവരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്നിട്ടാണ് ഈ കേസ് CBIക്ക് വിടാതിരിക്കാൻ സിംഗിൾ ബെഞ്ചിൽ കേരള ഗവൺമെന്റ് വാദഗതികളുമായി മുന്നോട്ട് വന്നു. എന്തായാലും ഈ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് പറയാം. സിംഗിൾ ബെഞ്ച് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം റദ്ദു ചെയ്തിട്ട് അവരെ സ്തുത്യർഹമായ ഒരു വിധി പുറപ്പെടുവിച്ചു. ഈ ക്രൈംബ്രാഞ്ച് ചാർജ് ചെയ്ത കുറ്റപത്രം വിചാരണയ്ക്കെടുത്താൽ പ്രതികൾ മുഴുവൻ രക്ഷപ്പെടും. കാരണം പ്രതികളുടെ മൊഴി വേദവാക്യമായിട്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയത്. അതുകൊണ്ട് കുറ്റപത്രം ക്യാൻസൽ ചെയ്ത് ഈ കേസ് CBIക്ക് വിടാൻ ബെഞ്ചിലും ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്ന് കേസ് വാദിച്ചെങ്കിലും സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു. അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് അപ്പീലുമായി കേരള ഗവൺമെന്റ് പോയി. സുപ്രീം കോടതിയും ഈ കേസ് താഴത്തെ 2 കോടതി വിധികളെ അംഗീകരിച്ചുകൊണ്ട് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കുകയും കുറ്റപത്രം ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് CBI രംഗത്ത് വന്നു. CBI 14 പ്രതികളെയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയതെങ്കിലും 24 പ്രതികളിലേക്ക് CBI ചെന്നെത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 പ്രാവശ്യം ഉദുമയിൽ MLA ആയിരുന്ന ശ്രീ KV കുഞ്ഞിരാമനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മണികണ്ഠനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരായ വെളുത്തോളി ഭാസ്കരനും രാഘവനും ഈ കേസിൽ പ്രതിയായി എന്നുള്ളതാണ് CBI കേസ് അന്വേഷിച്ചിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. ഏതാണ്ട് 275ഓളം സാക്ഷികളിൽ 165ഓളം സാക്ഷികളെ നമ്മള് കോടതിയിൽ കൊണ്ടുപോയി അവരെ കേസ് പഠിപ്പിച്ച് വളരെ മനോഹരമായി അവര് സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി.